സ്ക്രീന് വിസിബിൾ അല്ലേ? സ്ക്രീന് വിസിബിൾ അല്ലേ എല്ലാവർക്കും? ഓക്കെ. So last class we were discussing about what is to be sustained and what is to be developed. So last class നമ്മൾ ഇതായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ സസ്റ്റെയിൻ ചെയ്യേണ്ടത് നേച്ചറും പിന്നെ നേച്ചറിനകത്ത് തന്നെ എർത്ത്, ബയോഡൈവേഴ്സിറ്റി, എക്കോസിസ്റ്റം ആൻഡ് ഇക്വിറ്റി ആയിരുന്നു. ആൻഡ് ലൈഫ് സപ്പോർട്ട് സിസ്റ്റത്തിൽ റിസോഴ്സസും എൻവയറമെൻറ്റാണ് നമ്മൾ സസ്റ്റെയിൻ ചെയ്യേണ്ടത്. അതേപോലെ കമ്മ്യൂണിറ്റി നോക്കുമ്പോൾ ആണെങ്കിൽ അതിൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള കൾച്ചേഴ്സും അതിനുള്ള പ്ലേസസാണ് നമ്മൾ സസ്റ്റെയിൻ ചെയ്യേണ്ടത്. ആൻഡ് വാട്ട് ഈസ് ടു ബി ഡെവലപ്ഡ് എന്നുള്ള കേസിലാണെങ്കിൽ പീപ്പിളിനെ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ചൈൽഡ് സർവൈവൽ, ലൈഫ് എക്സ്പെക്റ്റൻസി, എഡ്യൂക്കേഷൻ, ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇതൊക്കെയായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. ആൻഡ് എക്കോണമി വൈസ് നോക്കുകയാണെങ്കിൽ അതിലെ വെൽത്ത്, അതിൻ്റെ പ്രൊട്ടക്ഷൻ, കൺസപ്ഷൻ ആയിരുന്നു ഡെവലപ്പ് ചെയ്യേണ്ടത്. ആൻഡ് സൊസൈറ്റി വൈസ് നോക്കുകയാണെങ്കിൽ അതിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ, സോഷ്യൽ ക്യാപിറ്റൽ, സ്റ്റേറ്റ് ആൻഡ് റീജൻസ് ആയിരുന്നു ഡെവലപ്പ് ചെയ്യേണ്ടത്. സോ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നതായത് മെഷർ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എടുക്കേണ്ട മേജർ മെഷേഴ്സ് ആയിരുന്നു. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജി. നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്ന് പറഞ്ഞാൽ അപ്രോപ്രിയേറ്റ് ടെക്നോളജി ആയിരിക്കണം. അത് ലോക്കലി അഡാപ്റ്റബിൾ ആയിരിക്കണം, എക്കോ ഫ്രണ്ട്ലി ആയിരിക്കണം, കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണം, ആൻഡ് റിസോഴ്സ് എഫിഷ്യൻ്റ് ആയിരിക്കണം, അതേപോലെ തന്നെ കൾച്ചറലി സ്യൂട്ടബിളും ആയിരിക്കണം. നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി appropriate technology which must use, and it should be locally adaptable, it should be eco-friendly and cost-effective and resource-efficient and culturally suitable. And now second measure for a sustainable development in order, second measure ആണ് reduce, reuse and recycle approach. Reduce, reuse and recycle approach ആണ്. അതിൽ this is basically known as 3R approach എന്ന് പറയും. This is basically known as 3R approach. And here we have to minimize the use of resources. അതായിരുന്നു reduce എന്ന് ഉദ്ദേശിക്കുന്നത് minimize the use of resources. And reuse means using them again. Reuse means using them again. And recycling means recycling the material. So it reduces the pressure on our resources as well as reduces waste generation and pollution. നമ്മൾ ഈ 3R അപ്രോച്ച് ഫോളോ ചെയ്യുന്നതിനനുസരിച്ചിട്ട് റിസോഴ്സസിൻ്റെ മുകളിലുള്ള പ്രഷറും കുറയും, അതേപോലെ തന്നെ റിസോഴ്സസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവുന്ന വേസ്റ്റേജും വേസ്റ്റ് ജനറേഷനും റെഡ്യൂസ് ആവും, ആൻഡ് പൊല്യൂഷൻ ഓൾസോ റെഡ്യൂസസ്. സോ ഈ ഒരു പിരമിഡ് അല്ലെങ്കിൽ ട്രയാങ്കിൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് വൺ ഈസ് ദ അവോയ്ഡ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഫേവേർഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. റിസോഴ്സസ് യൂസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് മോസ്റ്റ് ഫോർവേഡ് ഓപ്ഷൻ. പക്ഷെ അത് അത്രത്തോളം ചെയ്യാൻ പറ്റത്തില്ല. ഇനി അത് പറ്റുന്നില്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാം, യൂസിങ് ദ റിസോഴ്സസിൻ്റെ ഈ കൺസെപ്ഷൻ റെഡ്യൂസ് ചെയ്യാം. ആൻഡ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റീയൂസ് ചെയ്യാം. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീയൂസ് ചെയ്യാം, യൂസിങ് മെറ്റീരിയൽ റിപ്പീറ്റഡ്ലി. റീയൂസ് മീൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ പിന്നെയും നമ്മൾ യൂസ് ചെയ്യാൻ നോക്കുക, മെറ്റീരിയൽസ് റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യാം. ആൻഡ് ഫോർത്ത് സ്റ്റെപ്പ് ഈസ് റീസൈക്കിൾ. റീസൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയലിൽ നിന്ന് വേറൊരു ന്യൂ പ്രൊഡക്റ്റ് ഇന്നോവേറ്റ് ചെയ്യാൻ നോക്കുക. ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പാണ് ഡിസ്പോസൽ. ഇതിൽ ഏറ്റവും ലീസ്റ്റ് ഫേവേർഡ് ഓപ്ഷനാണ് ഡിസ്പോസൽ. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രമേ ഡിസ്പോസലിനെ നമ്മൾ നോക്കുള്ളൂ. മോസ്റ്റ് ഫേവേർഡ് ഓപ്ഷൻ അവോയ്ഡ് ആണ്. ബാക്കി 3R അപ്രോച്ചാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ലീസ്റ്റ് ഫേവേർഡ് ഓപ്ഷനാണ് ഡിസ്പോസൽ. സോ ഇത്രയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് പ്രൊമോട്ടിംഗ് എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ആൻഡ് അവെയർനെസ് ആയിരുന്നു തേർഡ് മെഷർ. ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മൾ എടുക്കുന്നൊരു തേർഡ് മെഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷനും അവെയർനെസ്സും. Like we are studying this subject, so among us we are making awareness. Adani third step, promoting environmental education and awareness. So making environmental education for the center of all learning process will greatly help in changing thinking pattern and attitude of people towards our earth and environment. And fourth step on the resource utilization as per carrying capacity. നമ്മൾ ക്യാരിങ് കപ്പാസിറ്റി ഒരു ലൊക്കാലിറ്റി എടുക്കുന്ന സമയത്ത് ആ ലൊക്കാലിറ്റിയിലുള്ള മാക്സിമം പോപ്പുലേഷൻസ് അനുസരിച്ചിട്ട് വേണം അതിലെ റിസോഴ്സസ് നമ്മൾ യൂസ് ചെയ്യാൻ. ദാറ്റ് ഈസ് എനി സിസ്റ്റം ക്യാൻ സസ്റ്റെയിൻ എ ലിമിറ്റഡ് നമ്പർ ഓഫ് ഓർഗാനിസം ഓൺ എ ലോങ് ടേം ബേസിസ് വിച്ച് ഈസ് നോൺ ആസ് ഇറ്റ്സ് ക്യാരിങ് കപ്പാസിറ്റി. ആൻഡ് ഇഫ് ദ ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ദ സിസ്റ്റം ഈസ് ക്രോസ്ഡ്, ലെറ്റ്സ് സേ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ
ഓഫ് റിസോഴ്സസ് വിൽ ഹാപ്പൺ. അതായത് എൻവിറോൺമെൻറ്റ് ഡീഗ്രഡേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓവർ പോപ്പുലേഷൻ ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കണം റിസോഴ്സസിൻ്റെ യൂസ്. ഒരു പോപ്പുലേഷൻ അനുസരിച്ചിട്ട് റിസോഴ്സസിൻ്റെ യൂസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു പോപ്പുലേഷന് ഇത്ര റിസോഴ്സ് യൂസ് ചെയ്യാമെന്നുണ്ട്. അതിൽ കൂടുതൽ റിസോഴ്സസ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് നടക്കും? അവിടെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ് നടക്കും. അതുപോലെ തന്നെ ദർ വിൽ ബി എൻവിറോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ. Environmental degradation also starts. And fifth step is improving the quality of life, including social, cultural, and economic dimension. So we have to improve the life, including school life, social life, cultural life, and economic life. Development should not focus just on one section of already affluent people. Rather, it should include sharing of benefit between rich and poor. Or rich poor എന്നുള്ള ഡിസ്ക്രിമിനേഷൻ പാടില്ല. ഈ റിച്ച് ആയാലും പൂവർ ആയിരിക്കാലും നമ്മൾ ഈ ഷെയറിങ് ഓഫ് ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ റിസോഴ്സസ് ഷുഡ് ബി ഈക്വൽ. അതേപോലെ ട്രൈബൽ, ഏത് എത്നിക് ഗ്രൂപ്പ് ആയിക്കോട്ടെ, ഏത് ട്രൈബൽ ഗ്രൂപ്പ് ആയിക്കോട്ടെ, ഏത് കൾച്ചറിൽ ബിലോങ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, എവ്രി വൺസ് റൈറ്റ് ഷുഡ് ബി കൺസേർവ്ഡ് എന്നുള്ളതാണ് വേറൊരു മെഷർ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഇനി നെക്സ്റ്റ് ടോപ്പിക് is nexus between technology and sustainable development. Nexus between technology and sustainable development. ഈ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു സയൻസിൻ്റെ ഓഫ് സ്പ്രിങ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ടെക്നോളജി ഈസ് ദ ഓഫ് സ്പ്രിങ് ഓഫ് സയൻസ്. ആൻഡ് ടെക്നോളജിക്കൽ ഇന്നോവേഷൻ can be seen as a double-edged sword with respect to sustainable development. So by invention of technology, അല്ലെങ്കിൽ by technology improves the quality of life. ടെക്നോളജിയിൽ ഡെവലപ്മെൻറ്റ് വരുന്നതിനനുസരിച്ചിട്ട് ഇറ്റ് ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫ്, എലിമിനേറ്റ് ഡിസീസസ് ആൻഡ് ഇൻക്രീസസ് ലൈഫ് എക്സ്പെക്റ്റൻസി. ടെക്നോളജീനെ ഇവിടെ പറയുന്നത് ഒരു ഡബിൾ എഡ്ജ്ഡ് സ്വോർഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിൽ അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. സോ അഡ്വാൻറ്റേജ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത് ടെക്നോളജി ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എലിമിനേറ്റ് ഡിസീസസ് ആൻഡ് ഇൻക്രീസ് ദ ലൈഫ് എക്സ്പെക്റ്റൻസി. അതായിരുന്നു ടെക്നോളജീൻ്റെ ഒരു എഡ്ജിൽ അല്ലെങ്കിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് പറഞ്ഞത് അതൊരു ഡിസഡ്വാൻറ്റേജസ് ആണ്. ഓൺ അതർ ഹാൻഡ്, ടെക്നോളജി ക്രിയേറ്റ് ഇറെപ്പയറബിൾ എൻവിറോൺമെൻറ്റ് ഡാമേജ് ടു റിസോഴ്സസ്, എക്സ്ട്രാക്ഷൻ ആൻഡ് പൊല്യൂഷൻ ഓഫ് എയർ, വാട്ടർ ആൻഡ് സോയിൽ. സോ ടെക്നോളജിക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്, അതേപോലെ തന്നെ അതിന് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ടെക്നോളജിക്ക് എങ്ങനെ സസ്റ്റൈനബിലിറ്റിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. ടെക്നോളജിക്ക് എങ്ങനെയാണ് ഒരു സസ്റ്റൈനബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് സസ്റ്റൈനബിലിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. സോ ഫസ്റ്റ് ഈസ് ബൈ കൺസേർവിങ് നാച്ചുറൽ ക്യാപിറ്റൽ. ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമ്മൾ നാച്ചുറൽ ക്യാപിറ്റൽ കൺസേർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സസ്റ്റൈനബിലിറ്റിനെ സപ്പോർട്ട് ചെയ്യാം. ആസ് വെൽ ആസ് റെഡ്യൂസിങ് വേസ്റ്റ് ആൻഡ് പൊല്യൂഷൻ ഫ്രം ടെക്നോളജി. ടെക്നോളജി ഡെവലപ്മെൻറ്റിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മളിപ്പം ആപ്പിളിൻ്റെ ഫോണാണെങ്കിൽ ചാർജർ ഇല്ലാണ്ടാണ് ഫോൺ ഇപ്പം വരുന്നത്. സോ അവിടെ എന്താ ആ ഒരു ചാർജറിൻ്റെ ആ ഒരു ഇതില്ലാതാക്കുന്നതിനനുസരിച്ചിട്ട് അവിടെ എന്ത് വന്നു, അവിടെ വേസ്റ്റ് ഒഴിവാക്കി. അതൊരു ടെക്നോളജിക്കൽ വേസ്റ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആൾക്കാർ ഫോൺ അപ്ഡേറ്റ് ചെയ്ത് വരുന്നതിനനുസരിച്ചിട്ട് ഓരോ പാക്കേജിന് ചാർജർ മാറി വരുന്നത്. സോ അവിടെ ടെക്നോളജി എന്ത് ചെയ്യുക, റെഡ്യൂസിങ് വേസ്റ്റ് ആൻഡ് പൊല്യൂഷനാണ്. സോ ഇത് സസ്റ്റൈനബിലിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ആപ്പിൾ അതിൻ്റെ ഇപ്പോഴത്തെ പുതിയ ഫോൺ ഇറക്കിയിട്ടുള്ളത്. സോ അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് റെഡ്യൂസിങ് വേസ്റ്റ് ആൻഡ് പൊല്യൂഷൻ. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റേസിങ് എഫിഷ്യൻസി സ്റ്റാൻഡേർഡ്സ് ആണ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി സ്റ്റാൻഡേർഡ് റേസ് ചെയ്യാം. ആൻഡ് ഫോർത്ത് സ്റ്റെപ്പ് ഈസ് ഫൈൻഡിങ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ടോക്സിക് ഹസാഡസ് മെറ്റീരിയൽ ആണ്. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻഡിങ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ടോക്സിക് ആൻഡ് ഹസാഡസ് മെറ്റീരിയൽ. സോ ജസ്റ്റ് നിങ്ങൾ ഈ 4 സ്റ്റെപ്സ് ഒന്ന് എഴുതിക്കോ. ദാറ്റ് ഈസ് ടെക്നോളജി ക്യാൻ സപ്പോർട്ട് sustainability by first one, conserving natural capitals. Conserving natural capitals. Second step ആണ് reducing waste and pollution. Reducing waste and pollution. And third step എന്ന് പറഞ്ഞാൽ raising efficiency standards.
ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫൈൻഡിങ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ടോക്സിക് ആൻഡ് ഹസാർഡസ് മെറ്റീരിയൽ. തേർഡ് സ്റ്റെപ്പ് റേസിംഗ് എഫിഷ്യൻസി സ്റ്റാൻഡേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ടെക്നോളജീൻ്റെ അകത്ത് ഉണ്ടാകുന്ന പ്രൊഡക്റ്റിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്തിട്ടാണ്, റേസ് ചെയ്തിട്ടാണ് നമ്മൾ സസ്റ്റൈനബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫൈൻഡിങ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ടോക്സിക് ആൻഡ് ഹസാർഡസ് മെറ്റീരിയൽസ്. സോ ഈ ടോക്സിക്കും ഹസാർഡസ് മെറ്റീരിയലിനും അതിൻ്റെതായ സബ്സ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിച്ചിട്ട് വി ക്യാൻ സപ്പോർട്ട് ദ സസ്റ്റൈനബിലിറ്റി. ഇതായിരുന്നു ഈ ടെക്നോളജി, ഹൗ ടെക്നോളജി സപ്പോർട്ട് സസ്റ്റൈനബിലിറ്റിൻ്റെ 4 points. Next, pollution prevention and cleaner protection technology are the most effective than of the pipe waste treatment technology. So some of the technological application towards sustainable development in various sectors are given below. So പൊല്യൂഷൻ പ്രിവെൻഷനും അതേപോലെ ക്ലീനർ പ്രൊഡക്ഷൻ ടെക്നോളജിയാണ് നമ്മൾ ഈ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ടെക്നോളജി എന്ന് പറഞ്ഞത് ഒരു അറ്റ് ലാസ്റ്റ് നടക്കേണ്ട ഒരു പ്രോസസ്സാണ്. സോ ആ ഒരു സ്റ്റേജ് വരെ നമ്മൾ എത്തിക്കാണ്ട് മാക്സിമം നോക്കണം. കാരണം അതൊരു കോസ്റ്റ് എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റാണ് ഈ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ടെക്നോളജി എന്ന് പറയുന്നത്. ഒരു മുതൽ മുടക്കുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് അല്ലെങ്കിൽ ഒരു ടെക്നോളജിയാണ് ഈ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ടെക്നോളജി എന്നുള്ളത്. സോ ഈ ഒരു സ്റ്റേജ് വരെ എത്തിക്കാണ്ട് ഫസ്റ്റ് തന്നെ നമ്മൾ പൊല്യൂഷൻ എല്ലാം പ്രിവെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ക്ലീനർ പ്രൊഡക്ഷൻ ടെക്നോളജീസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലാസ്റ്റ് വേണ്ടുന്ന ഈ പൈപ്പ് വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ടെക്നോളജിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ അതൊരു കോസ്റ്റ് എഫക്റ്റീവ് പ്രോസസ്സാണ്. ഈ പൈപ്പ് വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഒരു മുതൽ മുടക്കുള്ളൊരു ടെക്നോളജിയാണ്, ട്രീറ്റ്മെൻറ്റ് ടെക്നോളജിയാണ്. സോ ആ ഒരു സ്റ്റേജ് വരെ എത്തിക്കാണ്ട് നമ്മൾ പൊല്യൂഷനൊക്കെ മാക്സിമം പ്രിവെൻറ്റ് ചെയ്യുക. അതുപോലെ ക്ലീനർ പ്രൊഡക്ഷൻ ടെക്നോളജീസൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സ്ട്രീം എൻഡിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അതായത് പൈപ്പ് വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ടെക്നോളജിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. സോ സം ടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻ ടുവേർഡ്സ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻ വേരിയസ് sectors are given below. So first sector is sustainable agriculture technology. അത് എഴുതിക്കേ, സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ടെക്നോളജി ആണ് ഫസ്റ്റ് സെക്ടർ. ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ സം ഓഫ് ദ ടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻ ആണ്. അതായത് കുറേ ടെക്നോളജി ഉണ്ട്, ഇതേപോലെ സസ്റ്റൈനബിൾ ടെക്നോളജി ഉണ്ട്, അതേപോലെ എനർജി ടെക്നോളജി ഉണ്ട്. അങ്ങനെ ഫസ്റ്റ് വൺ ആണ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ടെക്നോളജി. അതിൽ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ഇൻറ്റഗ്രേറ്റ്സ് 3 മെയിൻ ഗോൾ: എൻവിറോൺമെൻറ്റൽ ഹെൽത്ത്, എക്കോണമിക് പ്രോഫിറ്റബിലിറ്റി ആൻഡ് സോഷ്യൽ ആൻഡ് എക്കോണമിക് ഇക്വിറ്റി. നിങ്ങൾ എഴുതിക്കോ, സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ഇൻറ്റഗ്രേറ്റ്സ് 3 മെയിൻ ഗോൾസ്. സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ integrates INTER ഉണ്ട് ഇവിടെ. integrates 3 മെയിൻ ഗോൾസ്. നിങ്ങൾ എഴുതുന്നുണ്ടോ? നീഹ എഴുതുന്നുണ്ടോ? കൈലാസ് പ്രസന്റ് ആണോ? എഴുതുന്നുണ്ടോ? ഓക്കെ. സോ ഫസ്റ്റ് വൺ ആ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ടെക്നോളജി ആണ്. ഈ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ടെക്നോളജി ഇൻറ്റഗ്രേറ്റ് 3 മെയിൻ ഗോൾസ്. ഫസ്റ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ എൻവയറമെൻറ്റിൻ്റെ ഹെൽത്താണ്. ദറ്റ് ഈസ് എൻവയറമെൻറ്റൽ ഹെൽത്ത്. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കോണമിക് പ്രോഫിറ്റബിലിറ്റി ആണ്. ആൻഡ് തേർഡ് വൺ സോഷ്യൽ ആൻഡ് എക്കോണമിക് ഇക്വിറ്റി. So some of the common ways towards the sustainable agriculture are: first one, integrated pest management system. Integrated pest management system ആണ് ഫസ്റ്റ് മെഷർ അല്ലെങ്കിൽ ഫസ്റ്റ് കോമൺ വേ towards sustainable agriculture. That is IPM, that is integrated pest management system. Second one is rotational grazing. Second point is rotational grazing. Third is by soil conversion.
And fourth one is by water quality and wetland. By water quality and wetland. Fifth is cover crops, by using cover crops. Sixth is by using cover crops. And seventh is by crops and landscape diversity. Seventh is by using crops and crops based on landscape diversity. And last one is nutrient management. അഗ്രികൾച്ചർ ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമുക്ക് സസ്റ്റൈനബിലിറ്റി എങ്ങനെയാണ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറഞ്ഞ പോയിന്റ്സ്. ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം യൂസ് ചെയ്തിട്ടും അതേപോലെ തന്നെ റൊട്ടേഷണൽ ഗ്രേസിംഗ് മെക്കാനിസം യൂസ് ചെയ്തിട്ടും സോയിലിനെ കൺസേർവ് ചെയ്തിട്ടും വാട്ടർ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തിട്ടും അതേപോലെ കവർ ക്രോപ്സ് യൂസ് ചെയ്തിട്ടും പിന്നെ ക്രോപ്പ് ബേസ്ഡ് ഓൺ ലാൻഡ്സ്കേപ്പ് ഡൈവേഴ്സിറ്റി, ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ ഡൈവേഴ്സിറ്റിക്ക് അനുസരിച്ചിട്ട് ക്രോപ്പ് യൂസ് ചെയ്തിട്ടും ആൻഡ് ലാസ്റ്റ് പോയിന്റ് ആണ് ന്യൂട്രിയൻ മാനേജ്മെൻറ്റ്. സോയിലുള്ള ന്യൂട്രിയൻസിൻ്റെ മാനേജ്മെൻറ്റ് അനുസരിച്ചിട്ടാണ് വി treat അല്ലെങ്കിൽ these are the common ways towards a sustainable agriculture by using technology. ഇനി നെക്സ്റ്റ് സസ്റ്റൈനബിൾ എനർജി. സസ്റ്റൈനബിൾ എനർജി ആണ്. സോ സസ്റ്റൈനബിൾ എനർജി ഈസ് ദ എനർജി that in its production and consumption has minimal negative impact on human health and healthily functioning the vital ecological systems including the global environment. സോ സസ്റ്റൈനബിൾ എനർജി എന്ന് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഹ്യൂമൻ, അതായത് നമ്മൾ എനർജീൻ്റെ പ്രൊട്ടക്ഷനോ അല്ലെങ്കിൽ എനർജീൻ്റെ കൺസപ്ഷനോ കാരണം ഇറ്റ് ഷുഡ് നോട്ട് ഹാവ് എനി നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓൺ ഹ്യൂമൻ ഹെൽത്ത്. എനർജി കൺസപ്ഷനോ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷനോ കാരണം അതിന് നെഗറ്റീവ് ഇമ്പാക്ട്സ് ഒന്നും പാടില്ല ഓൺ ഹ്യൂമൻ ഹെൽത്ത്. ആൻഡ് ഇറ്റ് ഷുഡ് ഹെൽത്ത്ലി ഫങ്ഷൻ ഓഫ് ഓൾ വൈറ്റൽ എക്കോളജിക്കൽ സിസ്റ്റം ഇൻക്ലൂഡിങ് ഗ്ലോബൽ എൻവയോൺമെൻറ്റിനെ കൺസിഡർ ചെയ്യുമ്പോൾ എൻവയോൺമെൻറ്റിൽ ചേഞ്ചസ് ഒന്നും പാടില്ല. എൻവയോൺമെൻറ്റ് അതിൻ്റെ എക്കോളജിക്കൽ അല്ലെങ്കിൽ വൈറ്റൽ എക്കോളജിക്കൽ സിസ്റ്റംസ് കറക്റ്റ്ലി ഫങ്ഷൻ ചെയ്യണം. അതേപോലെ തന്നെ എനർജീൻ്റെ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ എനർജീൻ്റെ കൺസപ്ഷനോ കാരണം ഹ്യൂമൻ ഹെൽത്തിൻ്റെ മുകളിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് പാടില്ല. ഈ രീതിയിലായിരിക്കണം നമുക്ക് സസ്റ്റൈനബിൾ എനർജി ടെക്നോളജി എന്ന് പറയുന്നത്. സസ്റ്റൈനബിൾ എനർജി ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹ്യൂമൻ ബീങ്സിൻ്റെ ഹെൽത്തിൻ്റെ മുകളിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ വൈറ്റൽ എക്കോളജിക്കൽ സിസ്റ്റം ഇൻക്ലൂഡിങ് ഗ്ലോബൽ എൻവിറോൺമെൻറ്റിൻ്റെ മുകളിലും ചേഞ്ചസ് ഒന്നും പാടില്ല. അതിൻ്റെ ഫങ്ഷനിങ്ങൊക്കെ കറക്റ്റായിട്ട് നടക്കണം. സോ ഇതാണ് സസ്റ്റൈനബിൾ എനർജി ടെക്നോളജി എന്ന് പറയുന്നത്. സോ ദിസ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ യൂസിങ് ദ ഫോളോയിങ്, ലൈക്ക് യൂസിങ് റിന്യൂവബിൾ എനർജി സോഴ്സസ് ലൈക്ക് സോളാർ, ബയോമാസ്, വിൻഡ്, ടൈഡ് ആൻഡ് ജിയോ തെർമൽ. സോ ഇത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് ബൈ യൂസിങ് റിന്യൂവബിൾ എനർജി റിസോഴ്സസ് ലൈക്ക് സോളാർ, ബയോമാസ്, വിൻഡ്, tide and geothermal heat system. And next method by which we can achieve this sustainable energy is by using energy efficient system. യൂസ് ചെയ്തിട്ട്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എഫിഷ്യൻസി കൂട്ടുന്ന സ്റ്റാൻഡേർഡ്സ് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പോയിന്റ്, റേസിങ് എഫിഷ്യൻസി സ്റ്റാൻഡേർഡ് എന്ന്. അതായത് എഫിഷ്യൻ്റായിട്ടുള്ള സിസ്റ്റംസ് മാത്രം യൂസ് ചെയ്യാന്നുള്ളതാണ് ഈ റേസിംഗ് എഫിഷ്യൻസി സ്റ്റാൻഡേർഡ്സ് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ നമ്മൾ എനർജി എഫിഷ്യൻറ്റ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. ഈ സസ്റ്റൈനബിൾ എനർജിയിൽ അതിൻ്റെ എനർജി സസ്റ്റൈനബിലിറ്റി കിട്ടാൻ വേണ്ടി വി ഷുഡ് യൂസ് എനർജി എഫിഷ്യൻറ്റ് സിസ്റ്റം. ആൻഡ് ഓൾറെഡി വി ഷുഡ് ഓൾസോ അപ്ഗ്രേഡ് ദ എഫിഷ്യൻസി ഓഫ് ദ എക്സിസ്റ്റിംഗ് എക്യുപ്മെൻറ്റ്. ഓൾറെഡി എക്സിസ്റ്റ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ആണെങ്കിൽ ആ എക്സിസ്റ്റ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സിൻ്റെ എഫിഷ്യൻസി അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ എഫിഷ്യൻസി അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് വി ക്യാൻ റെഡ്യൂസ് ദ എനർജി ലോസ്, സേവിങ് ഓഫ് ഫ്യൂവൽസ് ആൻഡ് ഓൾസോ ഒപ്റ്റിമൈസേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ് ആൻഡ് സർവീസ് ലൈഫ് പ്രൊവൈഡ് ആൻ എക്കോളജിക്കൽ സേഫ് സ്ട്രാറ്റജി. സോ എനർജി എഫിഷ്യൻറ്റ് സിസ്റ്റത്തിൻ്റെ അകത്ത് പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സിസ്റ്റം ആണെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ റിഡക്ഷൻ ഓഫ് എനർജി ലോസിൻ്റെ റിഡക്ഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് ഫ്യൂവൽ കൺസപ്ഷൻ കുറക്കാൻ പറ്റും. ഫ്യൂവൽ ഈസ് എ ഫോം ഓഫ് എനർജിയാണ്. സോ ആ ഫ്യൂവൽ കൺസപ്ഷൻ അവിടെ കുറക്കാൻ പറ്റും. ആൻഡ് ഓൾസോ ഇറ്റ് റിഡ്യൂസസ് ദ ഒപ്റ്റിമൈസേഷൻ ഓഫ് ഇറ്റ്സ് ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ ആൻഡ് സർവീസ് ലൈക്ക് പ്രൊവൈഡ് എൻ എക്കോളജിക്കൽ സേഫ് സ്ട്രാറ്റജി. സോ ഇതാണ് സസ്റ്റൈനബിൾ എനർജി പറയുന്നത്. സോ ഇത് എങ്ങനെ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഈ റിന്യൂവബിൾ എനർജി റിസോഴ്സസും പിന്നെ എനർജി എഫിഷ്യൻറ്റ് സിസ്റ്റം പറയുന്നത്. 2 സ്റ്റെപ്പ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ നെക്സസ് ബിറ്റ്വീൻ ടെക്നോളജി ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആണ്. ഈ ടെക്നോളജി എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ സയൻസിൻ്റെ ഒരു ഓഫ് സ്പ്രിങ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സയൻസിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് ഈ ടെക്നോളജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഓഫ് സ്പ്രിങ് ആണ് ഈ ടെക്നോളജി.
സോ ടെക്നോളജിക്ക് ഇന്നോവേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടെക്നോളജീൻ്റെ അകത്തുള്ള ഐഡിയാസ് അല്ലെങ്കിൽ അതിൽ നിന്നുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇന്നോവേഷൻ എന്ന് പറയുന്നത് ഒരു ഡബിൾ എഡ്ജ് സോഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. can be considered as a double-edged sword with respect to sustainable development. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ ടെക്നോളജി എന്ന് പറയുന്നത് ഒരു ഡബിൾ എഡ്ജ് സ്വാഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ അതിൻ്റെ ഒരു എഡ്ജിൽ ഇറ്റ് ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി ഓഫ് ലൈഫാണ്. ലൈക്ക് നമുക്ക് ഹോസ്പിറ്റൽസിലുള്ള എക്യുപ്മെൻറ്റ്സിൻ്റെ ഇന്നോവേഷൻസ്, അതൊരു ടെക്നോളജിക്കൽ ഇന്നോവേഷനാണ്. ആ ഇന്നോവേഷൻസ് കാരണം നമുക്ക് പല ഡിസീസസ് ഈസിലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ അതിനുള്ള ക്യൂർ ആൻഡ് മെഡിസിൻസ് നമുക്ക് അവൈലബിൾ ആണ്. സോ ആ ഒരു രീതിയിൽ ഇറ്റ് എലിമിനേറ്റ് ഡിസീസസ് ആൻഡ് ഇൻക്രീസസ് ദ ലൈഫ് എക്സ്പെക്റ്റൻസി ഇൻക്രീസ് ചെയ്യും. ഓൺ അതർ ഹാൻഡ് സസ്റ്റൈനബിലിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ടെക്നോളജി ക്രിയേറ്റ് ഇറപ്പറബിൾ എൻവിറോൺമെൻറ്റ് ഡാമേജ് ഡ്യൂ ടു റിസർവ്സ് എക്സ്ട്രാക്ഷൻ ആൻഡ് പൊല്യൂഷൻ ഓഫ് എയർ, വാട്ടർ ആൻഡ് സോയിൽ. ഒരു എക്സ്ട്രീം എൻഡിൽ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിലും മറു എക്സ്ട്രീം എൻഡിൽ അതിന് സസ്റ്റൈനബിലിറ്റിക്ക് അതൊരു ഇറിപ്പയറബിൾ ഡാമേജ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് എൻവയറമെൻറ്റിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത്. സോ എങ്ങനെയാണ് നമ്മൾ ടെക്നോളജി യൂസ് ചെയ്തിട്ട് സസ്റ്റൈനബിലിറ്റി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതെന്നാണ് നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത്. ആദ്യം ടെക്നോളജി പറഞ്ഞു, അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞു. സോ വിത്ത് റെസ്പെക്ട് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ഇനി ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടി ടെക്നോളജി എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, ടെക്നോളജി വെച്ചിട്ട് സസ്റ്റൈനബിലിറ്റി എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാമെന്നുള്ളതാണ് ഈ പറഞ്ഞ 4 സ്റ്റെപ്സ്. അത് ഫസ്റ്റ് സ്റ്റെപ്പാണ് കൺസേർവിങ് നാച്ചുറൽ ക്യാപിറ്റൽ, റിഡ്യൂസിങ് വേസ്റ്റ് ആൻഡ് പൊല്യൂഷൻ, റേസിങ് എഫിഷ്യൻസി സ്റ്റാൻഡേർഡ് ആൻഡ് ഫൈൻഡിങ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ടോക്സിക് ഹസാർഡസ് മെറ്റീരിയൽ. ഈ 4 സ്റ്റെപ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ടെക്നോളജി വെച്ചിട്ട് സസ്റ്റൈനബിലിറ്റീനെ സപ്പോർട്ട് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പൊല്യൂഷൻ ആൻഡ് പ്രിവെൻഷൻ ആൻഡ് ക്ലിയർ പ്രൊഡക്ഷൻ ടെക്നോളജി ആർ മോസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവ് ദാൻ അറ്റ് ദ എൻഡ് ഓഫ് പൈപ്പ് വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ടെക്നോളജി. പൈപ്പ് വേസ്റ്റ് അറ്റ് ലാസ്റ്റ് നമ്മൾ പറയുന്നുണ്ട് ഒരു വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമുക്ക് എല്ലാം ഈ പറഞ്ഞ ഡിസഡ്വാൻറ്റേജസ് ഒഴിവാക്കാം. പക്ഷേ ഈ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ടെക്നോളജി ഒരു കോസ്റ്റ് എഫക്റ്റീവ് പ്രോസസ്സാണ്. സോ അതിലെത്തുന്നതിന് മുന്നേ നമുക്ക് പൊല്യൂഷൻ പ്രിവെൻഷൻ അല്ലെങ്കിൽ പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്തിട്ടും അല്ലെങ്കിൽ ക്ലീനർ പ്രൊട്ടക്ഷൻ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടും ഈ രണ്ട് സ്റ്റേജിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. സോ അതിലുള്ള സം ഓഫ് ദ ടെക്നോളജിക്ക് ആപ്ലിക്കേഷൻ ടുവേർഡ്സ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻ വേരിയസ് സെക്ടേഴ്സ് ആ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ടെക്നോളജി. അഗ്രികൾച്ചറിൻ്റെ ഒരു ബേസിൽ ചെയ്തിട്ട് നോക്കുമ്പോൾ നമുക്ക് അഗ്രികൾച്ചർ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് സസ്റ്റൈനബിലിറ്റി അച്ചീവ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ്. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം യൂസ് ചെയ്തിട്ടും, പിന്നെ റൊട്ടേഷണൽ ഗ്രേസിംഗ് മെക്കാനിസം യൂസ് ചെയ്തിട്ടും, പിന്നെ സോയിൽ കൺസേർവ് ചെയ്തിട്ടും, വാട്ടർ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തിട്ടും, കവർ ക്രോപ്സ് യൂസ് ചെയ്തിട്ടും, ആൻഡ് നെക്സ്റ്റ് ക്രോപ്പ് ബേസ്ഡ് ഓൺ ലാൻഡ്സ്കേപ്പ് ഡൈവേഴ്സിറ്റി. അല്ലെങ്കിൽ ക്രോപ്സ് അല്ലെങ്കിൽ ഏത് ക്രോപ്പാണോ അല്ലെങ്കിൽ ഏത് ക്രോപ്പാണ് ഇന്ന് ലാൻഡ്സ്കേപ്പിൻ്റെ ഡൈവേഴ്സിറ്റിക്ക് അനുസരിച്ചുള്ള ക്രോപ്പ് സെലക്ട് ചെയ്തിട്ടും, പിന്നെ ന്യൂട്രിയൻ മാനേജ്മെൻറ്റ് ബേസ് ചെയ്തിട്ടാണ് ഈ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ടെക്നോളജി. അതായത് അഗ്രികൾച്ചർ ടെക്നോളജി വെച്ചിട്ട് നമുക്ക് എങ്ങനെ സസ്റ്റൈനബിലിറ്റി അച്ചീവ് ചെയ്യാന്നുള്ളതാണ്. ദിസ് ആർ ദ പോയിന്റ്സ്, A to G ആർ ദ പോയിന്റ്സ് ബൈ വിച്ച് വി ക്യാൻ അച്ചീവ് സസ്റ്റൈനബിലിറ്റി യൂസിങ് അഗ്രികൾച്ചർ ടെക്നോളജി. നെക്സ്റ്റ് സസ്റ്റൈനബിൾ എനർജിയാണ്. സോ അതിൽ നമ്മൾ പറയുന്നുണ്ട് ഈ നമ്മൾ സസ്റ്റൈനബിൾ എനർജീൻ്റെ കൺസെപ്ഷന് എനർജി കൺസ്യൂം ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തോ ഹ്യൂമൻ ബീങ്സിൻ്റെ മുകളിൽ അതിന് നെഗറ്റീവ് ഇമ്പാക്ട്സ് ഒന്നും പാടില്ല. അതേപോലെ തന്നെ ഇറ്റ് ഷുഡ് നോട്ട് എഫക്ട് ദ ഫങ്ഷനിങ് ഓഫ് എക്കോളജിക്കൽ സിസ്റ്റം. എക്കോളജിക്കൽ സിസ്റ്റത്തിൻ്റെ ഒരു വൈറ്റൽ ഫങ്ഷനിങ്ങിനെ അത് എഫക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഗ്ലോബൽ എൻവയറമെൻറ്റിനെ അത് എഫക്റ്റ് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ ഇറ്റ് ഷുഡ് നോട്ട് ഹാവ് എനി നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓൺ ഹ്യൂമൻ ഹെൽത്ത്. ആൻഡ് ദിസ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ യൂസിങ് ദ ഫോളോയിങ്. ഫസ്റ്റ് നിന്ന് റിന്യൂവബിൾ എനർജി സോഴ്സസ് യൂസ് ചെയ്യുക, ലൈക്ക് സോളാർ, ബയോമാസ്, വിൻഡ്, ടൈഡ്. ഇതൊക്കെ റിന്യൂവബിൾ എനർജി സോഴ്സസ് ആണ്. നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് ആണ് ലൈക്ക് പെട്രോളിയം. ഈ പെട്രോളിയം ഒക്കെ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആണ്. സോ റിന്യൂവബിൾ എനർജി സോഴ്സസ് ലൈക്ക് സോളാർ, ബയോമാസ്, വിൻഡ്, ടൈഡ്, ജിയോ തെർമൽ എനർജീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് വി ക്യാൻ അച്ചീവ് സസ്റ്റൈനബിൾ എനർജി ടെക്നോളജി. അല്ലെങ്കിൽ എനർജി ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമുക്ക് സസ്റ്റൈനബിലിറ്റി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് സ്റ്റെപ്പാണ് എനർജി എഫിഷ്യൻറ്റ് സിസ്റ്റം യൂസ് ചെയ്യുക. അപ്പം ഓൾറെഡി എക്സിസ്റ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യുക. എഫിഷ്യൻസി അപ്ഗ്രേഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള ഇമ്പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ റിഡക്ഷൻ ഓൾസോ, അതായത് എനർജി ലോസ് റെഡ്യൂസ് ചെയ്യും. എക്സിസ്റ്റിംഗ് എക്യുപ്മെൻറ്റ്സിൻ്റെ അകത്ത് എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എനർജി ലോസും റെഡ്യൂസ് ചെയ്യും. ആസ് വെൽ ആസ് ഫ്യൂവൽസ് ഓൾസോ സേവിങ് ഓഫ് ഫ്യൂവൽസ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ ഓഫ് ഇറ്റ്സ് ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ ഓൾസോ ആൻഡ് സർവീസ് ലൈഫ് പ്രൊവൈഡ് ആൻ എക്കോളജിക്കൽ സേഫ് സ്ട്രാറ്റജി. സോ ഇത്രയാണ് നമ്മൾ ടെക്നോളജി വൈസ് നോക്കുമ്പം 2 ഏരിയ അല്ലെങ്കിൽ 2 മെയിൻ ഏരിയ എന്ന് പറയുന്നത്.
അതേപോലെ തന്നെയുള്ള വേറെ ടെക്നോളജി റിലേറ്റഡ് ആണെങ്കിൽ ഡിസീസ് റിലേറ്റഡ് ബയോമെഡിക്കൽ ടെക്നോളജിയാണ് നെക്സ്റ്റ് ഒരു കാറ്റഗറി വരുന്നത്. അതുപോലെ ടെക്നോളജീസ് ഫോർ ലോക്കൽ ഡെവലപ്മെൻറ്റ്, പിന്നെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജീസ് ഒക്കെ. അതിൽ ഈ ഒരു ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് സസ്റ്റൈനബിലിറ്റി അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. സോ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ നോട്ട് ചെയ്താൽ മതി. ഒന്ന് അഗ്രികൾച്ചർ റിലേറ്റഡ് ടെക്നോളജിയും പിന്നെ എനർജി റിലേറ്റഡ് ടെക്നോളജിയും. ഈ അഗ്രികൾച്ചർ റിലേറ്റഡ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് സസ്റ്റൈനബിലിറ്റി എങ്ങനെ അച്ചീവ് ചെയ്യാം, അതേപോലെ തന്നെ എനർജി ടെക്നോളജി യൂസ് ചെയ്തിട്ട് സസ്റ്റൈനബിലിറ്റി എങ്ങനെ അച്ചീവ് ചെയ്യാം. നെക്സ്റ്റ് ടോപ്പിക്കാണ് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ്. ഇതൊരു യുണൈറ്റഡ് നേഷൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്നത്. MDG, it is known as MDG or Millennium Development Goals. It is also known as MDG. സോ അതിൻ്റെ ഇൻട്രൊഡക്ഷനിലേക്ക് പോവാം. ഈ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറഞ്ഞിട്ട് ഇറ്റ് കൺസിസ്റ്റഡ് ഓഫ് 8 ഗോൾസ് ആണ്. ഇതിൽ 8 ഗോളുണ്ട്, അതിൽ 8 നമ്പർ ഓഫ് ഗോൾസ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗോളാണ് ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ. ദാറ്റ് ഈസ് ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ. ഈ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ ഒരു യുണൈറ്റഡ് നേഷൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഗോളാണ്, ഒരു ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ് ദിസ് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ എന്ന് പറയുന്നത് MDG. സോ അതിലുള്ള ഫസ്റ്റ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 8 ഡെവലപ്മെൻറ്റ് ഗോൾസ്. അതിലെ ഫസ്റ്റ് ഗോളാണ് ദിസ് ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ. നിങ്ങൾ എഴുതിക്കേ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ ഓർ MDG എന്ന് എഴുതിയിട്ട് ഫസ്റ്റ് ഗോളാണ് ദിസ് ഇറ്റ് ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ. എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ. സെക്കൻഡ് ഗോളാണ് അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ. സെക്കൻഡ് ഗോളാണ് അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ. അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ. And third goal is promote gender equality and empower women. Third goal is promote gender equality and empowering women. Promote gender equality and empowering women. And fourth goal is reduce child mortality. Reduce child mortality. Reduce child mortality. And fifth goal is improve maternal health. Improve maternal health. And sixth goal is combat HIV or AIDS or malaria and other diseases. Combat HIV, AIDS, malaria and other diseases. Seventh goal is to ensure environmental sustainability. To ensure environmental sustainability. Eighth goal is to have global partnership for development. Eighth goal is to have global partnership for development. Global partnership for development. ഇത് എഴുതിയോ? എഴുതി കഴിഞ്ഞാൽ ജസ്റ്റ് മെസ്സേജ് ചെയ്യാം. എഴുതിയോ? ജ്യോതിഷ് എഴുതിയോ? ജ്യോതിഷ്, സന, സഫ, നീഹ, എഴുതിയോ? സന, സഫ, നീഹ. സന, സന, സഫ, സഫ,
Okay. So Millennium Development Goals ആണ്. So it were the 8 international development goals for the year 2015 that has been established following the Millennium Summit of the United Nations in 2000 in New York. ഇത് ഒരു 8 ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് ഗോൾസ് ആണ്. ദിസ് ഈസ് എൻ 8 ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് ഗോൾസ് ആണ് ഫോർ ദ ഇയർ 2015. ഒരു 2015 ആകുമ്പോഴത്തേക്ക് അച്ചീവ് ചെയ്യേണ്ട ഒരു 8 ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് ഗോൾസ് ആണ്. ആൻഡ് ദിസ് വെയർ ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ മില്ലേനിയം സബ്മിറ്റ്. ഒരു മില്ലേനിയം സബ്മിറ്റ് അല്ലെങ്കിൽ ആ ഒരു മീറ്റിങ്ങിൻ്റെ പേരാണ് ദിസ് മില്ലേനിയം സബ്മിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് ഓഫ് ദിസ് യുണൈറ്റഡ് നേഷൻ 2000 അല്ലെങ്കിൽ 2000 നടന്ന ഒരു മീറ്റിംഗ് മില്ലേനിയം സബ്മിറ്റിൽ ഓഫ് യുണൈറ്റഡ് നേഷൻ്റെ ഒരു മില്ലേനിയം സബ്മിറ്റിൽ എടുത്ത ഒരു മെഷർ അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് ഗോൾസ് ആയിരുന്നു ഈ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് അച്ചീവ് ചെയ്യേണ്ട ഒരു ടാർഗറ്റ് ഇയർ എന്ന് പറയുന്നത് 2015 ആയിരുന്നു. ആൻഡ് ദിസ് വാസ് ഹെൽഡ് ഇൻ ദ ന്യൂയോർക്കിലായിരുന്നു ഈ ഒരു മില്ലേനിയം സബ്മിറ്റ് നടന്നിരുന്നത്. ആൻഡ് ഇതിൽ 8 ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഉണ്ട്. ആൻഡ് ഇതിൻ്റെ ടാർഗറ്റ് ഇയർ എന്ന് പറയുന്നത് 2015 ആയിരുന്നു. And the 8 goals with 21 measurable targets and clear deadline for improving the lives of the world's poorest people. So these 8 goals have 21 measurable targets ഉണ്ടായിരുന്നു and have clear deadlines for improving the lives of the world's poorest people. And to meet these goals and eradicate poverty, head of 189 countries signed historic Millennium Declaration. സോ ഈ ഗോൾസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 189 കൺട്രീസിലെ ഹെഡ്സ് ഈ ഹിസ്റ്റോറിക് മില്ലേനിയം ഡിക്ലറേഷൻ സൈൻ ചെയ്തു. 189 കൺട്രീസിലെ ഹെഡ് ഈ ഹിസ്റ്റോറിക് മില്ലേനിയം ഡിക്ലറേഷൻ സൈൻ ചെയ്തു. സോ ഫസ്റ്റ് ഗോളായിരുന്നു ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ. എക്സ്ട്രീം പോവർട്ടിയും ഹങ്കറും ഇറാഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. സോ reduce by the half the portion of people living on less than $8 a day. സോ നമ്മളവിടെ പോവർട്ടി ഒഴിവാക്കാൻ വേണ്ടി വി ഹാവ് ടു ഒരു ഫസ്റ്റ് ഗോൾ എന്താണെന്ന് വെച്ചാൽ ടു റെഡ്യൂസ് ദ ഹാഫ് ദ പോർഷൻ ഓഫ് പീപ്പിൾ ഹു ആർ ലിവിങ് ഓൺ ലെസ് ദാൻ $8 a day. അതായത് നമ്മൾ സാലറി ബേസ് നോക്കുകയാണെങ്കിൽ ലെസ് ദാൻ $1 a day എന്ന് പറയുന്ന ഒരാൾ ഏൺ ചെയ്യുന്നത് ഇറ്റ് ഷുഡ് ബി റെഡ്യൂസ്ഡ് ബൈ ഹാഫ് എന്നുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത്. സ്ലൈഡ് ക്ലിയർ ആവല്ലേ? ദാറ്റ് ഈസ് റെഡ്യൂസ്ഡ് ബൈ ഹാഫ് ദ പോർഷൻ ഓഫ് പീപ്പിൾ ലിവിങ് ഓൺ ലെസ് ദാൻ $1 a day. ഒരു മിനിമം സാലറി കിട്ടിയിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. ആൻഡ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അച്ചീവ് ഫുൾ ആൻഡ് പ്രൊട്ടക്റ്റീവ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് എ ഡീസൻറ്റ് വർക്ക് ഫോർ ഓൾ ഇൻക്ലൂഡിംഗ് വുമൺ ആൻഡ് യങ് പീപ്പിൾ. Achieve full and productive employment and a decent work for all including women and young people. അൺഎംപ്ലോയ്മെൻറ്റ് ഒരു പരിധി വരെ ഒഴിവാക്കുക എന്നുള്ളത്. അതായത് അച്ചീവ് ഫുൾ ആൻഡ് പ്രൊട്ടക്റ്റീവ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഷുഡ് ബി ഡീസൻറ്റ് വർക്ക് ആൻഡ് ഇറ്റ് ഷുഡ് ബി ഗിവൺ ഇൻക്ലൂഡിങ് വുമൺ ആൻഡ് യങ് പീപ്പിളിന് അൺഎംപ്ലോയ്മെൻറ്റ് ഒഴിവാക്കുക എന്നുള്ളതാണ് സെക്കൻഡ്, ബൈ വിച്ച് വി ക്യാൻ എറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ. ആൻഡ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ബൈ ഹാഫ് ദ പോർഷൻ ഓഫ് പീപ്പിൾ ഹു സഫർ ഫ്രം ഹങ്കർ. Reduce by half the portion of people who suffer from hunger. So നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.